അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റിയാദിസ് സ്വാലിഹീൻ്റെ 7ാമത്തെ പാഠമാണ്. വൻ സിർബിന് ഉബൈസുൽ അസദി കാല അത്തൈത്തു സഫ്വാൻ ബിൻ അസാലി റളിയല്ലാഹു അൻഹു അസാലഹു അനിൽ മസിയഹു അലൽ ഉഫൈനി. ബഹുമാനപ്പെട്ട സിർബിന് ഉബൈസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഫക്കാല, അദ്ദേഹം പറയുകയാണ്, അത്തൈത്തു സഫ്വാനും അസ്വാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. അസലുഹു അനിൽ മസിഹി അലൻ കുഫ തടവുന്നതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി സഫ്വാനു അസ്വാലി റളിയല്ലാഹുവിനെ സമീപിച്ചു. ഫക്കാല, അപ്പോൾ സഫ്വാനുബിന് ചോദിക്കുകയാണ്, മാ ജാ ബിക യാ സിർറു, സിർറെ, താങ്കൾ എന്തിനാണ് വന്നത്? ഫകുൽത്തു, ഞാൻ പറഞ്ഞു, ഇബ്തിയാഉൽ ഇൽമി, ജ്ഞാനം തേടി വന്നതാണ്, ഇൽമ് തേടി വന്നതാണ്. ഫക്കാല, അപ്പോൾ ബഹുമാനപ്പെട്ട സഫ്വാനു റളിയല്ലാഹു പറയുകയാണ്, ഇന്നൽ മലായിക്കത്തു നലൗൽ അജ്നിഹതഹ ലിത്വാലിബിൽ ഇൽമി റിളാ ബിമാ യത്ലുബു. ഇന്നൽ മലായിക്കത്തു, തീർച്ചയായും മലായിക്കത്ത് ഉള്ള അജ്നിഹതഹ, ചിറകുകൾ താഴ്ത്തി കൊടുക്കും, ലിത്വാലിബിൽ ഇൽമി, വിജ്ഞാനം തേടുന്നവർക്ക്, റിളാ ബിമാ യത്ലുബു, അവർ തേടുന്നതിനോടുള്ള ഇഷ്ടം കാരണം. തേടുന്നത് ഇൽമാണല്ലോ, ആ ഇൽമിനോടുള്ള ഇഷ്ടം കാരണം വിജ്ഞാനം തേടുന്നവർക്ക് മലായിക്കത്തിങ്ങൾ ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട സഫ്വാൻ ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫകുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനെന്ന് പറഞ്ഞാൽ സിർറുബിനു ഹുബൈസ് റളിയല്ലാഹു, ഇന്നഹു ഖദ് ഹക്കു ഫീ സദിരിൽ അലൽ ഉഫൈനി ബഅദൽ ആയത്തിൽ വബൗലി. ഇന്നഹു, തീർച്ചയായും കാര്യം, ഖദ് ഹക്ക ഫീ സദിരി, എൻ്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ട്, അതായത് എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. അലൽ ഹുഫൈനി ബദൽ ആയിത്തി വൽ ബൗലി, മലമൂത്ര വിസർജനത്തിന് ശേഷം കുഫ തടവുന്നതിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. വകുന്തു അംറി മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളാണെങ്കിലോ നബി തങ്ങളുടെ സഹാബികളിൽ പെട്ട ഒരാളും ആണല്ലോ. മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ട്, നിങ്ങൾ നബി തങ്ങളുടെ അസ്ഹാബികളിൽ പെട്ട ഒരാളുമാണ്. ഫജീത്തു അസ്അലുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ബഹുമാനപ്പെട്ട സിർറുബിന് ഹുബൈസ് റളിയല്ലാഹു അൻഹു സഫ്വാൻ ബിൻ അസാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അൽ സമയത്തു യദ്കുറു ഫീ ദാലിക ഷൈഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ വല്ലതും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഹൽ സെമിയത്തുഹു, താങ്കൾ കേട്ടിട്ടുണ്ടോ? ദാലിക ഷൈഅൻ, ഈ വിഷയത്തിൽ വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാല, അപ്പോൾ സഫ്വാൻ ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാം, അതെ. കാന യൗമുറുന ഇദാ കുന്ന സഫറൻ ഔ മുസാഫിരീന അല്ലാ തൻറഹ അഫാഫന സലാസത്തു അയ്യാമൽ വദയാലി ലിഹി ഇല്ലാ മിൻ ജനാബത്തി. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ യാത്രയിലായപ്പോൾ വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ 3 ദിവസം കുഫ അയക്കേണ്ടതില്ലെന്ന് നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽ പെട്ട ഒരാളുമാണ്. ഫജീത്തു അസ്അലുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ബഹുമാനപ്പെട്ട സിർറുബിന് ഹുബൈസ് റളിയല്ലാഹു അൻഹു സഫ്വാൻ ബിൻ അസാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അൽ സമയത്തു യദ്കുറു ഫീ ദാലിക ഷൈഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ വല്ലതും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഹൽ സെമിയത്തുഹു, താങ്കൾ കേട്ടിട്ടുണ്ടോ? ദാലിക ഷൈഅൻ, ഈ വിഷയത്തിൽ വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാല, അപ്പോൾ സഫ്വാൻ ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാം, അതെ.
കാന യൗമുറുന ഇദാ കുന്ന സഫറൻ ഔ മുസാഫിരീന അല്ലാ തെൻറഹ അഫാഫന സലാസത്തു അയ്യാമൽ വദയാലി ലിഹി ഇല്ലാ മിൻ ജനാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ യാത്രയിലായപ്പോൾ വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ 3 ദിവസം കുഫ അയക്കേണ്ടതില്ലെന്ന് നബി തങ്ങൾ കൽപ്പിച്ചു. കാന യൗമുറുന നബി തങ്ങൾ കൽപ്പിച്ചിരുന്നു ഇദാ കുന്ന സഫർ യദ്കുറു ഫീ ദാലിക ഷൈഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ വല്ലതും പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഹൽ സെമിയത്തുഹു താങ്കൾ കേട്ടിട്ടുണ്ടോ? ദാലിക ഷൈഅൻ ഈ വിഷയത്തിൽ വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാല അപ്പോൾ സഫ്വാനു ബിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാം അതെ. കാന യൗമുറുന ഇദാ കുന്ന സഫറൻ ഔ മുസാഫിരീന അല്ലാ തെൻറഹ അഫാഫന സലാസത്തു അയ്യാമൽ വദയാലി ലിഹി ഇല്ലാ മിൻ ജനാബത്ത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ യാത്രയിലായപ്പോൾ വലിയ അശുദ്ധി ഉണ്ടായാലല്ലാതെ 3 ദിവസം കുഫ അയക്കേണ്ടതില്ലെന്ന് നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. കാന യൗമുറുന നബി തങ്ങൾ കൽപ്പിച്ചിരുന്നു ഇദാ കുന്ന സഫർ കാന യൗമുറുന നബി തങ്ങൾ കൽപ്പിച്ചിരുന്നു ഇദാ കുന്ന സഫർ ഞങ്ങൾ യാത്രയിലായാൽ ആ മുസാഫിരീന അല്ലെങ്കിൽ മുസാഫിരീങ്ങളായ യാത്രക്കാരായാൽ അല്ലാ തെൻറ ഇഫാഫന എന്തായാലും ഈ ഊരേണ്ടതില്ല സലാബത്തു അയ്യാമൻ 3 രാപ്പകലുകൾ ഇല്ല മൻ ജനാബത്ത് വലിയ അശുദ്ധി ഇല്ലാതിരുന്നാൽ ജനാബത്ത് ഉണ്ടായാലല്ലാതെ ഊരേണ്ടതില്ല. ലാക്കിൻ മിന്നായിത്തി വ ബൗലി വ നൗമി മലമൂത്ര വിസർജനം, ഉറക്കം അതുപോലെ തുടങ്ങിയ കാരണങ്ങളാണെങ്കിൽ വുളൂ നഷ്ടപ്പെട്ടതെങ്കിൽ അയക്കേണ്ടതില്ല. ഫകുൽത്തു അപ്പോൾ ഞാൻ ചോദിച്ചു, വൽ സമയത്തു യദ്കുറു ഫിൽ ഹവ ഷൈഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ സഫ്വാനു ബിൻ ഉസ്സാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാല നാം അതെ. കുന്ന മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമായിരുന്നു ഒരു യാത്രയിൽ. അപ്പോൾ ആ യാത്രയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരു അറാബിയായ ഒരു മനുഷ്യൻ അന്ന് വന്നുകൊണ്ട് വിളിക്കുകയാണ്. ഓ ഗ്രാമീണനായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്, മുഹമ്മദേ. വജാബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വലിയ ശബ്ദത്തിലാണ് നബി തങ്ങളെ മുഹമ്മദേ എന്ന് വിളിച്ചത്. അതേ ശബ്ദത്തിൽ തന്നെ നബി തങ്ങൾ വിളിയും കേട്ടു. ഹാഹും അതായത് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. വഖുൽതു ലഹു അപ്പോൾ ഞാൻ ആ അറാബിയോട് പറഞ്ഞു, വനഹക ഔലുൽ മിൻ സൗതിക ഫഇന്നക ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അവസ്ഥ വല്ലാതെ പരിതാപകരം തന്നെ. ശബ്ദം ഒന്ന് താഴ്ത്തുക. എന്താണ്, നീ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലറത്തിലാണ് ഉള്ളത് എന്ന് നീ ഒന്ന് ഓർക്കണം. അതായത് നബി തങ്ങളുടെ സന്നിധിയിൽ ശബ്ദമുയർത്തുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. വഖദ് നുഹീതു അൻ ഹാദ ബഹുമാനപ്പെട്ട സഫ്വാനു ബിൻ ഉസ്സാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ മനുഷ്യനോട് പറയുകയാണ്, ഫഖാല അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വല്ലാഹു ലാ അഉലു അള്ളാഹു ആണേ ഞാൻ ശബ്ദം താത്തൂലാന്ന്. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, കാല അറാബിയു എന്നിട്ട് തങ്ങളോട് ചോദിക്കുകയാണ്, അൽ മറുഹു യുഹിബുൽ കൗമ വലമ്മായി ഒരു കൂട്ടം ആളുകളെ സ്നേഹിക്കുന്നു, നന്മകളിൽ അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് ഉപകരിക്കുമോ? അതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മറു മാ മൻ അഹബ്ബു യൗമൽ ഖിയാമത്തി ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ അവൻ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും. ആരൊക്കെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കും അന്ത്യനാളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അലൈഹി വസല്ലമ തങ്ങൾ അഹ്റാബിയോട് പറയുകയാണ്, ലാല യുഹിബ്ബു തനാദ കറബാലി മിൻ കബിലി മൈരിബി മസീറത്തു അർലിഹി ഔ യസീറു റാക്കിബു ഫിൽ അർലിഹി അർബഈന ഔ സബീന ആമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. മാക്കാലയോ അദ്ദിസുന, നബി തങ്ങൾ പിന്നെയും കുറേ കാര്യങ്ങൾ പറയുകയാണ്. ഏതുവരെ? ഹത്താ ദക്കറ ബാബൻ മിൻ മൈരിബി, പടിഞ്ഞാറുള്ള ഒരു വാതിലിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു. മസിയറത്തു അർലിഹി, അതിൻ്റെ വിശാലത, അല്ലെങ്കിൽ ആ യസീറു റാക്കിബി ഫി അർലിഹി, അതിൻ്റെ വീതിയിൽ ഒരു വാഹനത്തിന് പോകാനുള്ള സമയം അർബഈന ഔ സബീന ആമൻ, ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് 70 വർഷം വേണ്ടി വരും. അങ്ങനത്തെ ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞു. കാലത്ത് സുഫിയാനു അഹദുർ റവാവത്തി, സുഫിയാൻ എന്ന അവർ പറയുകയാണ്, കിബില ഷാമി, ആ ഷാമിൻ്റെ ഭാഗത്താണ് ആ വാതിൽ. ഹലക്കൗല്ലാഹു താല, അള്ളാഹു സുബ്ഹാനഹു താല അതിനെ പടച്ചു. യൗമ ഹലക്കസമാവാത്തി വല്ലർലി, ആകാശഭൂമികളെ സൃഷ്ടിക്കപ്പെട്ടതായ ദിവസം അതിനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? മഫ്ബൂഹൻ ലി തൗബ, തൗബക്ക് വേണ്ടി. തുറക്കപ്പെട്ട നിലയിലാണ് അള്ളാഹു ആ വാതിൽ സൃഷ്ടിക്കപ്പെട്ടത്. ലായുലക്കു അത്താനത്ലൗ ശംസി മിൻഹു, പടിഞ്ഞാറു നിന്നു സൂര്യൻ ഉദിക്കുന്നവരെ ആ വാതിലിനെ അടക്കപ്പെടുകയില്ല. പടിഞ്ഞാറു നിന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ ആ വാതിൽ അടക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു വാതിൽ പടിഞ്ഞാറ് ഭാഗത്ത്. ആ വാതിലിൻ്റെ വീതിയാണ് 40 വർഷം അല്ലെങ്കിൽ 70 വർഷം. അത്രയും വീതിയുള്ള വിശാലമായ ആ വാതിൽ പടിഞ്ഞാറ് ഭാഗത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആ വാതിൽ ഖിയാമത്ത് നാൾ വരെ തുറക്കപ്പെടുമെന്നും അത് തുറക്കപ്പെട്ടത് തൗബക്ക് വേണ്ടിയാണെന്നും തൗബക്ക് വേണ്ടി തുറക്കപ്പെട്ട നിലയിലാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടതെന്നും പടിഞ്ഞാറ് നിന്നും സൂര്യൻ ഉദിക്കുന്നത് വരെ അത് അടക്കപ്പെടുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഹദീസിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അസ്ഹാബി സിർറുബിന് ഉബൈസ് റളിയല്ലാഹു അൻഹു സഫ്വാനു ബിൻ ഉസാലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയത് ഖുഫ തടവുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ഇൽമു പഠിക്കുന്നതിൻ്റെ മഹത്വം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. കാരണം ഇന്നൽ മലായിക്കത്ത തളഅൽ അജ്ജി തഹാലി ത്വാലിബിൽ ഇൽമി റിലാബിമായത്തുലൂബു, വിദ്യാർത്ഥി പഠിതാവിന് പഠിക്കുന്ന കാര്യത്തിൽ തൃപ്തികരമായിട്ട് മലായിക്കത്ത് ചിറക് താഴ്ത്തിക്കൊടുക്കും. പിന്നെ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെ ആയിരിക്കും ഖിയാമത്ത് നാൾ വരെ. സൂര്യൻ ആയിരിക്കും അവസാന നാൾ വരെ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ തൗബ സ്വീകരിക്കും. തുടങ്ങി പല കാര്യങ്ങളും ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.